എല്ലാവർക്കും വീണ്ടും ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ അടിപൊളി ടേസ്റ്റിൽ റവ കേക്കാണ് തയ്യാറാക്കുന്നത്. സാധാരണ നമ്മൾ കേക്ക് ബേക്ക് ചെയ്താണല്ലോ എടുക്കാറ്. ഇത് നമ്മൾ സ്റ്റീം ചെയ്താണ് തയ്യാറാക്കുന്നത്. ബേക്ക് ചെയ്യുന്ന കേക്ക് പോലെ തന്നെ നല്ല അടിപൊളി ടേസ്റ്റിലൊരു കേക്കാണിത്. ഉണ്ടാക്കാനും വളരെ എളുപ്പമാണ്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാകുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യണേ. അതുപോലെ നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുകയും ഞങ്ങളുടെ ചാനലൊന്ന് സപ്പോർട്ട് ചെയ്യുകയും ചെയ്യണേ. പിന്നെ ആ ബെല്ലൈക്കൺ ഒന്ന് എനേബിൾ ചെയ്യാനും വീഡിയോ ഒന്ന് ഹൈപ്പ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുതേ. എങ്കിലിത് എങ്ങനെയാണ് തയ്യാറാക്കുന്നത് നമുക്ക് നോക്കാം. ഒരു ബൗൾ എടുത്തിട്ടുണ്ട്. ഇതിലോട്ട് 1/2 കപ്പ് തൈര് ഒഴിച്ചു കൊടുക്കാം. ഒരുപാട് പുളിയുള്ള തൈര് എടുക്കല് കേട്ടോ. ഒരുപാട് പുളിയുള്ള തൈര് എടുത്താൽ നമ്മുടെ ഈ കേക്കിനൊരു പുളിപ്പുണ്ടാവും. ഇനി ഇതിലോട്ട് ചേർത്ത് കൊടുക്കുന്നത് പഞ്ചസാരയാണ്. 1/2 കപ്പ് പഞ്ചസാരയാണ് എടുത്തിരിക്കുന്നത്. ഇനി ഇതിലോട്ട് 1 ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ചു കൊടുക്കാം. സൺഫ്ലവർ ഓയിലാണേ. ഇനി ഒരു 2 നുള്ളുപ്പൊടിയും കൂടി ഇതിലോട്ട് ചേർത്തിട്ട് നന്നായിട്ട് ഇതൊന്ന് മിക്സ് ചെയ്യണം. പഞ്ചസാരയൊക്കെ നല്ലതായിട്ട് അലിയുന്ന വരെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണേ. ഇനി ഇതിലോട്ട് 1 കപ്പ് റവ ഇട്ട് കൊടുക്കാം. ചെറിയ റവ എടുക്കണം കേട്ടോ. അതേ കപ്പിൽ 1 കപ്പ് പാലും കൂടി ഇതിലോട്ട് ചേർത്ത് കൊടുക്കണം. എന്നിട്ട് ഇത് നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കണം. നല്ലതായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഇതൊന്ന് അടച്ചൊരു 10 മിനിറ്റ് മാറ്റി വെക്കണം. അപ്പോഴത്തേക്ക് നമ്മുടെ റവയൊക്കെ നല്ലതായിട്ടൊന്ന് കുതിരും. ഇപ്പോൾ ഒരു 10 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ ഈ റവയൊക്കെ നല്ലതായിട്ടൊന്ന് കുതിർന്നിട്ടുണ്ട്. അതുപോലെ ഈ മാവ് കുറച്ചൊന്ന് തിക്കായിട്ടുണ്ട്. ഇനി ഇതിലോട്ട് 3 ഏലക്ക പൊടിച്ചതും കുറച്ച് ടൂട്ടി ഫ്രൂട്ടിയും കൂടെ ചേർത്ത് കൊടുക്കണം. 2 ടേബിൾ സ്പൂൺ ടൂട്ടി ഫ്രൂട്ടിയും കൂടെയാണ് ഞാൻ ഇതിലോട്ട് ചേർത്ത് കൊടുക്കുന്നത്. എന്നിട്ട് ഇത് നല്ലതായിട്ട് ഒന്നുകൂടി ഒന്ന് ഇളക്കണം. ഇനി ഈ കേക്കിനൊരു കളർ കിട്ടാൻ വേണ്ടി ഒരു തുള്ളി യെല്ലോ ഫുഡ് കളറും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യണം. ഫുഡ് കളർ ചേർക്കാൻ ഇഷ്ടമുണ്ടെങ്കിൽ മാത്രം ചേർത്താൽ മതി, അല്ലെങ്കിൽ അത് സ്കിപ്പ് ചെയ്യാം. നമ്മളിതിലോട്ട് ബേക്കിംഗ് പൗഡറോ ബേക്കിംഗ് സോഡയോ ഒന്നും ചേർക്കുന്നില്ല. ഈനോയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇതുപോലെ ചെറിയൊരു പാക്കറ്റ് ഈനോ എടുത്തിട്ടുണ്ട്. 1 ടീസ്പൂൺ ഉണ്ട് ഇത് കേട്ടോ. ഈ ഈനോ ചേർത്തിട്ട് അതിലോട്ട് 1 ടീസ്പൂൺ പാലും കൂടെ ചേർത്ത് കൊടുക്കണം. അപ്പോൾ പെട്ടെന്ന് ഇതൊന്ന് ആക്ടിവേറ്റ് ആവും. എന്നിട്ട് ഇത് നല്ലതായിട്ട് ഇളക്കിയെടുക്കണം. ഈനോ ചേർത്ത് കൊടുക്കുമ്പോൾ ഈ ബാറ്റർ നല്ല ഫ്ലഫി ആകും. അതുപോലെ തന്നെ നമ്മുടെ ഈ കേക്ക് ഉണ്ടല്ലോ നല്ല സോഫ്റ്റായിട്ട് കിട്ടുകയും ചെയ്യും. ഈനോ ചേർത്ത് കൊടുത്ത് നല്ലതായിട്ട് മിക്സ് ചെയ്തെടുത്തു. ഇനി ഇത് ഒരു ട്രേയിലോട്ട് ഒഴിച്ചു കൊടുക്കാം. ഞാൻ ഇതുപോലെ ഒരു ബേക്കിംഗ് ട്രേ എടുത്തിട്ടുണ്ട്. അതിലോട്ട് സ്വല്പം നെയ്യ് ഒന്ന് പുരട്ടി കൊടുത്തിട്ടുണ്ട് കേട്ടോ. നെയ്ക്ക് പകരം നമുക്ക് സൺഫ്ലവർ ഓയിൽ വേണമെങ്കിലും പുരട്ടി കൊടുക്കാം. ഇതിലോട്ട് ബാറ്റർ ഒഴിച്ചു കൊടുത്തിട്ട് ഇതേ രീതിയിലൊന്ന് ടാപ്പ് ചെയ്തെടുത്തിട്ട് ഇതിൻ്റെ മുകളിലോട്ട് കുറച്ച് ടൂട്ടി ഫ്രൂട്ടിയും അതുപോലെ ഡ്രൈ ഫ്രൂട്ട്സും ഒക്കെ ഇട്ട് കൊടുത്ത് ഞാനിതൊന്ന് ഗാർണിഷ് ചെയ്തെടുക്കുന്നുണ്ട്. ഇതിൻ്റെ മുകളിലോട്ട് കുറച്ച് ബദാം കട്ട് ചെയ്തതും പംകിൻ സീഡ്സും കൂടെയാണ് ഒന്ന് വിതറി കൊടുക്കുന്നത്. ഇതിന് പകരം നമുക്ക് കാഷ്യൂനട്ടോ അല്ലെങ്കിൽ ഉണക്കമുന്തിരിയോ ഒക്കെ വേണമെങ്കിൽ ഇട്ട് ഇത് ഗാർണിഷ് ചെയ്തെടുക്കാം കേട്ടോ. ഇനി ഇതൊന്ന് സ്റ്റീം ചെയ്തെടുക്കാം. സ്റ്റൗ കത്തിച്ച് ഇതുപോലെ ഇഡ്ഡലി പാത്രം വെച്ച് കൊടുത്ത് കുറച്ച് വെള്ളവും വെച്ച് തിളപ്പിച്ചിട്ടുണ്ട്. ഇതുപോലെ തട്ടും വെച്ച് കൊടുത്തു. ഇതിലോട്ട് ബാറ്റർ നിറച്ച ട്രേ വെച്ചിട്ട് ഇത് അടച്ച് വെച്ചിട്ട് ഒരു 20 മിനിറ്റ് ആവി കയറ്റി നമുക്കിതൊന്ന് വേവിച്ചെടുക്കാം. 20 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. നല്ലതായിട്ട് വെന്തൊന്ന് നോക്കാം. ടൂത്ത് പിക്കോ അല്ലെങ്കിൽ ഈർക്കിലോ വെച്ചൊന്ന് കുത്തി നോക്കിയാൽ മതി. ഇതാ നോക്കി, നല്ല ക്ലീനായിട്ടാണ് ഇതിരിക്കുന്നത്. നല്ലതായിട്ടിത് വെന്തിട്ടുണ്ട്. ഇത്രയും മതി. സ്റ്റൗ ഓഫ് ചെയ്യാം. എന്നിട്ടിത് തണുക്കാൻ വേണ്ടി മാറ്റി വെക്കാം. ഇപ്പോൾ ഇത് നല്ലതായിട്ട് തണുത്തിട്ടുണ്ട്. ഇനി ഇത് ട്രേയിൽ നിന്ന് നമുക്കൊന്ന് ഇളക്കിയെടുക്കാം. ഇതുപോലെ ഒരു പ്ലേറ്റ് വെച്ച് കമഴ്ത്തിയിട്ടൊന്ന് തിരിച്ചിട്ട് കൊടുത്താൽ മതിയേ. പെട്ടെന്ന് തന്നെ ഇത് ഇളകി വരും. ഇതാ നോക്കിക്കേ, നമ്മുടെ കേക്ക് നല്ല പെർഫെക്റ്റായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട്. നല്ല അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട്. കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും നമ്മുടെ കേക്ക് എത്രമാത്രം പെർഫെക്റ്റ് ആണെന്ന്. ഇനി ഇത് കട്ട് ചെയ്ത് കഴിക്കാം. ഇഷ്ടമുള്ള ഷേപ്പിൽ നമുക്കിത് കട്ട് ചെയ്ത് കഴിക്കാം. നല്ല സോഫ്റ്റും ടേസ്റ്റിയുമായിട്ടുള്ള കേക്കാണ്. നിങ്ങൾ ഒരിക്കലെങ്കിലും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഒരിക്കലും ഉണ്ടാക്കി നോക്കിയാൽ വീണ്ടും വീണ്ടും ഉണ്ടാക്കി കഴിക്കും. സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ളൊരു കേക്കാണ്. ഇത് സ്റ്റീം ചെയ്തെടുത്ത കേക്കാണെന്നേ തോന്നത്തില്ല. നമ്മൾ ബേക്ക് ചെയ്തെടുക്കുന്ന കേക്ക് പോലെ തന്നെ നല്ല സൂപ്പർ ടേസ്റ്റാണ് ഇതിന്. എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കണം. ഉണ്ടാക്കി നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യണം. വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും അതുപോലെ ഞങ്ങളുടെ ചാനൽ സപ്പോർട്ട് ചെയ്യാനും മറക്കരുതേ. ബൈ ബൈ.